ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബ്രോക്കൺ ഗ്ലാസ് ജെല്ലി പുഡിംഗ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായ ജെല്ലി ഉണ്ടാക്കണം. ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് 450 ml വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ജെല്ലി പൗഡർ ഇടുക. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇവിടെ ഞാൻ മാംഗോ ഫ്ലേവർ ജെല്ലിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 3 ഡിവൈഡ് ചെയ്ത് 3 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മാംഗോ ജെല്ലിയാണ്, അതുകൊണ്ട് യെല്ലോ കളറുള്ളത് നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. ഇനി മറ്റ് 2 പാത്രത്തിലേക്ക് റെഡും ഗ്രീനും കളേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വെക്കുക. ഇതൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ജെല്ലി നമുക്ക് സെറ്റായി കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് പുഡിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അടുപ്പത്ത് ഒരു പാത്രം വെച്ചതിന് ശേഷം 1 കപ്പ് പാല്, 1 കപ്പ് ഫ്രഷ് ക്രീം, 1 കപ്പ് മിൽക്ക് മെയ്ഡ് എന്നിവ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ജലാറ്റിൻ കൂടി ഉപയോഗിക്കുന്നു. 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇളം ചൂട് വെള്ളത്തിൽ നേരത്തെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക. അത് നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ പുഡിംഗ് മിക്സ് ഒരു 10 മുതൽ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കും. ഇത് തിളച്ച് വന്നതിന് ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് തണുക്കാൻ വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ജെല്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 3 കളറുള്ള ജെല്ലിയും നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കാം. ആദ്യം തന്നെ ഈ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഈ ജെല്ലികൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിംഗ് മിക്സ് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് മിനിമം 5 മുതൽ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്, ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രോക്കൺ ഗ്ലാസ് ജെല്ലി പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിംഗ് ആണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.